ഉത്തരവാദ പ്രക്ഷോഭണം എന്ന് പറയുന്നത് 1938 മുതൽ 48 വരെയാണ് നടക്കുന്നത്. ആ സമയത്ത് നമുക്കറിയാം, പട്ടം താണുപിള്ളയും ടി.എം. വർഗീസും സി കേശവനുമായിരുന്നു മുൻനിരയിൽ ഉണ്ടായിരുന്നത്. അനേകം ആളുകൾ നിസ്വാർത്ഥമായിട്ട് ആ പ്രക്ഷോഭത്തിൽ പങ്കാളികളായി. പലരും കോളേജ് വിദ്യാഭ്യാസം ഉപേക്ഷിച്ചു, പലരും ജോലി വേണ്ടാന്ന് വെച്ചു, അഭിഭാഷകന്മാർ പ്രാക്ടീസ് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ അവരെല്ലാം ഉത്തരവാദ പ്രക്ഷോഭം നടത്തുമ്പോഴും അത് രാജാവിനെതിരായിട്ടല്ല അവർ സമരം നടത്തിയിരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തീരുമാനമനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടനെതിരായിട്ടും പാടില്ല. അപ്പോൾ അവർ ഭരണ പങ്കാളിത്തം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തരവാദ പ്രക്ഷോഭം നടന്നത്. ആ പ്രക്ഷോഭ വേളയിൽ ഈ യോഗങ്ങളെ കലക്കാനും ഈ യോഗങ്ങളെ നടത്താതിരിക്കുവാനും സംഘാടകരെ ഭീഷണിപ്പെടുത്താനുമായിട്ട് ഒരു സമാന്തര പോലീസിനെ സർ CP അന്ന് രൂപീകരിച്ചു. ആ സമാന്തര പോലീസിൻ്റെ തലവനാണ് ഈ പറഞ്ഞ ആർതർ സിംസൺ എന്ന് പറയുന്ന ആംഗ്ലോ ഇന്ത്യക്കാരൻ. ഈ സമാന്തര പോലീസിന് 5 രൂപ പോലീസ് എന്നും പറഞ്ഞിരുന്നു. കാരണം ഇവരുടെ പ്രതിമാസ വേതനം, പ്രതിദിന വേതനമല്ല, പ്രതിമാസ വേതനം 5 രൂപയാണ്. ഇവരുടെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ മഫ്റ്റി പോലീസിൻ്റെ മാതിരി യോഗ സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒളിപ്പിച്ചു വെച്ച ലാത്തി കൊണ്ട് അവർ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി വരുന്ന സ്വാതന്ത്ര്യ സമര ഭടന്മാരെ അതിക്രൂരമായി മർദ്ദിക്കുക മാത്രമല്ല അവരുടെ വീടുകളിൽ പോയിട്ട് ശല്യം ചെയ്യുക, ഇങ്ങനെ പലതുമുണ്ട്. അവർ പന്തളം മാധവ വാര്യരെ മർദ്ദിച്ചു, നീലകണ്ഠപിള്ളയെ മർദ്ദിച്ചു, ആനി മസ്ക്രീനെ മർദ്ദിച്ചു, അപമാനിച്ചു, അങ്ങനെ പലതും അവർ ചെയ്തു. ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് NB കുരുക്കൾ എന്ന് പറയുന്ന അന്നത്തെ സ്വാതന്ത്ര്യ സമര ഭടനോട് കാണിച്ചതാണ്. അദ്ദേഹത്തെ ക്രൂരമായി വധിച്ചു. അത് തെളിയിക്കപ്പെട്ടുമില്ല, ആരാണ് വധിച്ചതെന്ന് അറിയില്ല. ഈ 5 രൂപ പോലീസിൻ്റെ തലവനായിരുന്ന ആർതർ സിംസൺ പിന്നീട് താമസിക്കുന്നത് ചിത്രദിനം രാജകുടുംബത്തിൻ്റെ ഒരു പ്രൈവറ്റ് എസ്റ്റേറ്റിലാണ്. ആ പ്രൈവറ്റ് എസ്റ്റേറ്റിൻ്റെ പേര് ബ്ലാക്ക് റോക്ക് എസ്റ്റേറ്റ് എന്നാണ്. ഈ ബ്ലാക്ക് റോക്ക് എസ്റ്റേറ്റിൽ ആണ് അദ്ദേഹം ശിഷ്ടകാലം ജീവിച്ചത്.